നിങ്ങൾ കണ്ടത് മനുഷ്യലോകമല്ല, മറന്നുപോകുന്നതാണ് നല്ലത്. ഓരോ യാത്രകളും നമുക്കെപ്പോഴും സമ്മാനിക്കുന്നത് ചില പ്രത്യേക അനുഭവങ്ങളാണ്. ചിലർ പറയാറുണ്ട്, ചില യാത്രകൾ പോയി കഴിഞ്ഞാൽ മനസ്സും ശരീരവും ഒന്ന് റിലാക്സ് ആവുമെന്ന്. അതിനൊക്കെ വേണ്ടി തന്നെയാണ് നമ്മൾ യാത്ര പോകുന്നതും. കാരണം നമ്മുടെ ഈ ജീവിതത്തിലെ ചില ഓട്ടപ്പാച്ചിലുകൾക്കിടയിൽ നമുക്ക് ഒരു യാത്ര അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ആവാം എല്ലാവരും ഒരു ഒഴിവ് കിട്ടുന്ന സമയത്ത് നമ്മൾ യാത്ര പോകാൻ ഇഷ്ടപ്പെടുന്നത്. എന്നാൽ പട്ടണത്തിൽ ജീവിക്കുന്നവരാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് ഗ്രാമങ്ങളിൽ ജീവിക്കുന്നവരാണെങ്കിലും എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം യാത്ര പോവാൻ ഉയർന്ന തണുപ്പ് കാലാവസ്ഥയുള്ള പ്രദേശങ്ങളാണ്. അതിനുവേണ്ടി തന്നെയാണ് ആ ഭാഗത്തേക്ക് ഒരു ടൂറിസം ഡെവലപ്മെന്റ് തന്നെ നടന്നിരിക്കുന്നത്. നമ്മൾ അങ്ങോട്ടേക്കാണ് എപ്പോഴും പോകാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഞാൻ ഈ പറയുന്ന രണ്ടു പേരും പോയിരുന്നത് മനസ്സും ശരീരവും റിലാക്സ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്രയിലേക്കായിരുന്നു. എന്നാൽ അവർ പോയിരുന്നത് കൊല്ലിമല എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഈ കൊല്ലിമലയെക്കുറിച്ച്. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള സസ്യങ്ങളുള്ള ഒരു വലിയ മലമ്പ്രദേശമാണ് ഈ കൊല്ലിമല. ഒരുപാട് ഹെയർപിൻ വളവുകളുള്ള ഈ കൊല്ലിമലയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത തന്നെയാണ് ഔഷധ ഗുണങ്ങളുള്ള ഒരുപാട് സസ്യങ്ങൾ ആ മലയ്ക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നത്. എന്നാൽ ആർക്കും തന്നെ അത്തരത്തിലുള്ള അമൂല്യമായ ഔഷധ സസ്യങ്ങൾ അവിടേക്ക് പോയി എടുത്തു കൊണ്ടുവരാൻ സാധ്യമായിരുന്നില്ല. അത് അസാധ്യം തന്നെയായിരുന്നു. കാരണം അത്തരത്തിലുള്ള ഒരു ഭൂപ്രകൃതിയായിരുന്നു കൊല്ലിമലയ്ക്ക്. അടിവാരത്ത് നിന്നും കൊല്ലിമലയ്ക്ക് മുകളിൽ പോയതിനു ശേഷം അവിടെ ധാരാളം ടൂറിസ്റ്റ് ബോട്ടുകൾ കാണാനുണ്ട്. അതിനുവേണ്ടി തന്നെയായിരുന്നു ഞാൻ പറയുന്ന അരുണും ദിവ്യയും അന്ന് അങ്ങോട്ടേക്ക് യാത്ര തിരിച്ചിരുന്നത്. കേരളത്തിൽ നിന്ന് തന്നെയായിരുന്നു രണ്ടുപേരും യാത്ര തിരിച്ചത്. അവർക്ക് അറിയാമായിരുന്നു ഒരുപാട് ദൂരം ട്രാവൽ ചെയ്തിട്ട് വേണം അങ്ങോട്ടേക്ക് എത്താനെന്ന്. എന്നാൽ അവർ യാത്രയ്ക്കായി തിരഞ്ഞെടുത്തത് അവരുടെ പ്രിയപ്പെട്ട ബൈക്ക് തന്നെയായിരുന്നു. അതൊരു ബുള്ളറ്റ് ബൈക്കായിരുന്നു. ആ ബുള്ളറ്റ് ബൈക്കിലായിരുന്നു ദിവ്യയും അരുണും അന്ന് അങ്ങോട്ടേക്ക് യാത്ര തിരിക്കാൻ ആരംഭിച്ചത്. ഏകദേശം അതിരാവിലെ തന്നെ അരുണും ദിവ്യയും യാത്ര തിരിച്ചിരുന്നു. കാരണം അവർക്കറിയാം, ഏകദേശം ഒരു പകൽ മുഴുവൻ യാത്ര ചെയ്താൽ മാത്രമേ ഈ തമിഴ്നാട് ബോർഡർ കടന്ന് ഈ കൊല്ലിമല ചുരത്തിലെങ്കിലും എത്തുകയുള്ളൂ എന്ന്. രാത്രി യാത്ര മനോഹരമാണെന്ന് ദിവ്യ എപ്പോഴും അരുണിനോട് പറയാറുണ്ട്. അതുകൊണ്ട് അവരുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യ യാത്രയും ആയതുകൊണ്ട് തന്നെ അന്ന് അവർ അധികം സന്തോഷത്തോടു കൂടി തന്നെയായിരുന്നു ആ യാത്രയ്ക്ക് ഒരുങ്ങിയിരുന്നത്. എന്നാൽ അവരെ ഈ യാത്ര കാത്തിരുന്നത് വളരെ അമാനുഷികമായ ചില കാര്യങ്ങളായിരുന്നു. ഒരിക്കലും അവർ കാണാൻ അല്ലെങ്കിൽ കേൾക്കാൻ പാടില്ലാത്ത ഒരുപാട് അനുഭവങ്ങൾ അവരെ അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു എന്നൊന്നും ദിവ്യയ്ക്കും അരുണും അറിയില്ലായിരുന്നു. എന്നാൽ അവരുടെ യാത്ര അതിമനോഹരമായി തന്നെ തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെ പകുതി വഴി എത്തിയ സമയത്തൊക്കെ അവർ പല ഭാഗത്തു നിന്നും ഭക്ഷണമൊക്കെ കഴിച്ച് അന്ന് അടിവാരത്തിലേക്ക് എത്തി. അടിവാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് കൊള്ളിമലയിലെ ഈ ഏകദേശം 75 ചുരങ്ങളും കടക്കണമെങ്കിൽ അത്യാവശ്യം ഒരു 3-4 മണിക്കൂർ വേണ്ടി വരുമെന്നത് അവർക്ക് തീർച്ചയായിരുന്നു. നല്ല കോടമഞ്ഞു കൂടി ഉള്ളത് കൊണ്ട് തന്നെ അടിവാരത്തുള്ള ഒരു തട്ടുകടയിൽ നിന്ന് അവർ ഭക്ഷണമൊക്കെ കഴിച്ച് അവരൊന്ന് റിലാക്സായി. പിന്നീട് കുറച്ചു സമയം അവിടെ ഇരുന്ന് സംസാരിച്ചിട്ടൊക്കെയാണ് അവരന്ന് ചുരം കയറാനായി തീരുമാനിച്ചത്. എന്നാൽ അവർ ഈ ചുരം കയറുന്ന സമയത്ത് അവർക്ക് അനുഭവപ്പെട്ട ചില വ്യത്യസ്തമായ അനുഭവങ്ങളാണ് ഈ കഥ മുഴുവൻ. വളരെ ചെറുപ്പത്തിൽ ദിവ്യ കേട്ട ഒരു കഥയുണ്ട്. ഈ കൊള്ളിമലയിൽ ഒരുപാട് സന്യാസിമാർ മരണപ്പെട്ടിട്ടുണ്ട് എന്ന്. അതുകൊണ്ട് അതിനുശേഷം അവിടെയൊക്കെ സന്യാസിമാരുടെ ആത്മാക്കൾ അവിടെ വിഹരിക്കുന്നുണ്ടെന്ന് എപ്പോഴും ദിവ്യ ഓർത്തുകൊണ്ടിരുന്നു. ആ സമയത്താണ് അരുണിനോട് ദിവ്യ പറഞ്ഞത്, പണ്ട് എൻ്റെ മുത്തശ്ശി പറഞ്ഞു തന്ന ഒരു കഥയുണ്ട്. ഈ മലയ്ക്കുള്ളിൽ ധാരാളം സന്യാസിമാർ തപസ് ചെയ്യാൻ വരുമായിരുന്നു പോലും അവരാരും അവരുടെ തപസ് പൂർത്തിയാക്കി ഇവിടെ നിന്നും പുറത്തേക്ക് പോയിട്ടില്ല എന്ന് മുത്തശ്ശി പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ആത്മാവ് ഈ മല മുഴുവൻ വിഹരിക്കുന്നുണ്ടെന്നും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്ന് അരുണിനോട് ദിവ്യ പറഞ്ഞു. എന്നാൽ അത് കേട്ട ഉടനെ തന്നെ അരുൺ ദിവ്യയെ നോക്കി പൊട്ടിച്ചിരിച്ചു. ഈ നൂറ്റാണ്ടിലും നീ ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? പ്രേതം, പിശാച് എന്നൊക്കെ പറയാൻ നിനക്ക് നാണമില്ലേ എന്ന് പരിഹസിച്ചുകൊണ്ട് ഉറക്കെ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി.
എന്നാൽ അരുൺ ഈ പറയുന്നത് കേട്ട് ദിവ്യയ്ക്ക് ദേഷ്യമാണ് വന്നത്. കാരണം ദിവ്യയുടെ മുത്തശ്ശി ഒരിക്കലും കള്ളക്കഥകൾ പറയാറില്ല. ദിവ്യയുടെ മുത്തശ്ശി ജീവിച്ചിരിക്കുന്ന സമയത്ത് ദിവ്യയ്ക്ക് പറഞ്ഞു കൊടുത്ത ഒരുപാട് കാര്യങ്ങളാണ് ദിവ്യയ്ക്കിന്ന് ജീവിതത്തിന്റെ മുതൽക്കൂട്ടായിട്ട് ഉണ്ടായിരുന്നത്. കാരണം നല്ലൊരു ഈശ്വരവിശ്വാസിയായിരുന്നു ദിവ്യയുടെ മുത്തശ്ശി. ചെറുപ്പം മുതലേ ഒരു മോഡേൺ ഫാമിലി ആണെങ്കിൽ പോലും ദിവ്യയെ ആ മുത്തശ്ശി ഈശ്വര വിശ്വാസങ്ങളും അതുപോലെ ചില പ്രത്യേക മന്ത്രങ്ങളുമെല്ലാം പഠിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ മുത്തശ്ശിയെ കളിയാക്കി പറയുന്നത് ദിവ്യയ്ക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമായിരുന്നില്ല. എന്നിട്ട് അരുണിനോട് പറഞ്ഞു, എന്നെ നീ എന്ത് വേണമെങ്കിലും പറഞ്ഞു, എന്നാൽ എൻ്റെ മുത്തശ്ശിയെയും എൻ്റെ മുത്തശ്ശിയുടെ വിശ്വാസങ്ങളെയും നീ ഒരിക്കലും കുറ്റം പറയുകയോ തള്ളി പറയുകയോ ചെയ്യരുത്. കാരണം എൻ്റെ മുത്തശ്ശി ഒരിക്കലും കള്ളം പറയുന്ന ഒരു സ്ത്രീ ആയിരുന്നില്ല എന്ന് പറഞ്ഞു. ശരി ശരി, ഇനി നമ്മൾ തമ്മിൽ വഴക്ക് വേണ്ട, നമുക്ക് യാത്ര തുടരാം എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അങ്ങോട്ടേക്ക് യാത്ര തിരിച്ചു. എന്നാൽ ഓരോ ഹെയർ പിന്നും അവർക്ക് കടന്നു പോവാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിന് കാരണം അവിടെ ഉണ്ടായിരുന്ന ആ കോടമഞ്ഞ് തന്നെയായിരുന്നു. ആ കോടമഞ്ഞിനിടയിലൂടെ അവർക്ക് ഓപ്പോസിറ്റ് നിന്ന് വരുന്ന വാഹനങ്ങൾ പോലും അത്ര വ്യക്തമായി കാണുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് അതിവേഗത്തിൽ ആ ഒരു ചുരം മുറിച്ചു കടക്കാൻ നല്ല പ്രയാസം തന്നെയായിരുന്നു. അങ്ങനെ ഏതായാലും അവർ പതുക്കെ പതുക്കെ ആ ചുരം ഓരോന്നോരോന്നായി കയറാൻ തുടങ്ങി. കോടമഞ്ഞിന്റെ കൂടെ ഏകദേശം സന്ധ്യ ഇരുട്ടി കഴിഞ്ഞിരുന്നു. ചെറുതായി മഴയൊക്കെ പെയ്തുകൊണ്ട് അവർ ആ കോടമഞ്ഞും ആ ചെറിയ ഇരുട്ടും നുണഞ്ഞുകൊണ്ട് ആ ചുരം പതുക്കെ പതുക്കെ കയറാനായി തുടങ്ങി. അങ്ങനെ കുറച്ചു ദൂരം ചെന്നപ്പോഴായിരുന്നു, ഏകദേശം ഒരു 20ാമത്തെ ചുരമൊക്കെ എത്തിയപ്പോഴായിരുന്നു പെട്ടെന്ന് ബൈക്ക് താനെ ഓഫായത്. ഒരുപാട് ശ്രമിച്ചിട്ടും ബൈക്ക് അവിടെ നിന്ന് സ്റ്റാർട്ടായിരുന്നില്ല. കിക്കർ അടിച്ചു നോക്കി, സെൽഫ് അടിച്ചു നോക്കി, എന്നാൽ അതിലൊന്നും കാര്യമുണ്ടായിരുന്നില്ല. അവർക്ക് ആ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. ഒരുപാട് നേരം ഓടിയതല്ലേ, ചിലപ്പോൾ എൻജിൻ ചൂടായതായിരിക്കാം കാരണം. അതുകൊണ്ട് കുറച്ചു സമയം നമുക്കിവിടെ നിർത്തിയിട്ട് നമുക്ക് പതുക്കെ പതുക്കെ പോകാമെന്ന് പറഞ്ഞു. കുറച്ച് സമയത്തിന് ശേഷം വീണ്ടും ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് ദിവ്യയും അരുണും ആ ബൈക്കിൽ നിന്ന് ഇറങ്ങി ബൈക്കൊക്കെ പതുക്കെ ഒരു ഭാഗത്തേക്ക് സൈഡാക്കിയതിനു ശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു മുനമ്പിൽ ചെന്നിരുന്നു. അത് വളരെ മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു. അവിടെ നിന്ന് ആ ഒരു അടിവാരം മുഴുവൻ വീക്ഷിക്കുന്നതിന് വേണ്ടി ദിവ്യ ആകാംക്ഷയോടെയും അത്ഭുതത്തോടെയും ആ ഒരു കാഴ്ച കണ്ടുകൊണ്ടിരുന്നു. അരുൺ പതുക്കെ ദിവ്യക്ക് അടുത്ത് വന്ന് ദിവ്യയെ ഒന്ന് പതുക്കെയൊക്കെ ഒരു ആലിംഗനമൊക്കെ ചെയ്ത് അങ്ങോട്ടേക്ക് നോക്കിയിരുന്നു. രണ്ടുപേരും അതീവ സൗന്ദര്യമുള്ള ഒരു കാഴ്ചയും അതീവ സൗന്ദര്യമുള്ള ഒരു യുവാവും യുവതിയും തന്നെയായിരുന്നു. അത് ഒരു റൊമാൻറ്റിക് ഒരു മൂഡ് തന്നെയായിരുന്നു അവർക്കിടയിൽ ആ സമയത്തുണ്ടായിരുന്നത്. എന്നാൽ അവരെ കാത്തിരിക്കുന്ന ചതികൾക്കൊന്നും അറിയില്ലായിരുന്നു ഇത് അവരുടെ അവസാന യാത്രയായിരിക്കാമെന്ന്. അങ്ങനെ അവർ അവിടെ കുറേ സമയം ചിലവഴിച്ചു. ഒരുപാട് കഥകളൊക്കെ പറഞ്ഞ് അവരുടെ അനുഭവങ്ങളൊക്കെ വിവരിച്ച് അവിടെ കുറച്ച് സമയം നിന്നു. എന്നാൽ അതിനുശേഷം അവർ വീണ്ടും ആ കിക്കർ അടിച്ചു നോക്കുന്ന സമയത്ത് അത് സ്റ്റാർട്ടായിരുന്നില്ല. ആ വണ്ടി നിശ്ചലമായി തന്നെ കിടന്നു. ഇനി എന്താണ് ചെയ്യുക എന്നറിയാതെ അവർ രണ്ടുപേരും അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. എന്നാൽ ആ സമയത്താണ് അവിടെ ആ ഭാഗത്ത് പെട്ടെന്ന് ഒരു വലിയ ബോള് അങ്ങോട്ടേക്ക് ഒഴുകിയെത്തിയത്. ഒരു കുട്ടി കളിക്കുന്ന തരത്തിലുള്ള ഒരു ബോൾ, ഒരു ഫുട്ബോൾ ബോൾ എന്നൊക്കെ പറയാം, അതുപോലെയൊക്കെയുള്ള ഒരു ബോളായിരുന്നു. എന്നാൽ ഫുട്ബോൾ പോലെ ആയിരുന്നില്ല, ഈ ചെറിയ കുട്ടികൾ കളിക്കുന്ന എയർ ബോൾ പോലെ ആയിരുന്നു അത്. ഇത് കണ്ടയുടനെ തന്നെ ദിവ്യ ഓടിച്ചെന്ന്, അരുൺ ഇത് എവിടെ നിന്നാണ് ഒരു ബോൾ വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചു. അതിന് അരുൺ പറഞ്ഞു, ചിലപ്പോൾ മുന്നേ പോയ ഏതെങ്കിലും യാത്രക്കാരുടെ കയ്യിൽ നിന്നും വീണതാണ്, കാറ്റിന്റെ വേഗത കൊണ്ട് നമ്മളിലേക്ക് അത് എത്തിയതാവാനാണ് സാധ്യത എന്ന് പറഞ്ഞു. അതിന് ദിവ്യ പറഞ്ഞു, ആ ശരിയായിരിക്കാം, ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചതായിരിക്കാം എന്ന് പറഞ്ഞു. എന്നാൽ ആ സമയത്ത് ദിവ്യ ആ കോടമഞ്ഞിനുള്ളിലൂടെ നോക്കുമ്പോഴായിരുന്നു ആ കോടമഞ്ഞിൽ പകുതി വ്യക്തമാകാത്ത രീതിയിൽ ഒരു ചെറിയ കുട്ടി നിൽക്കുന്നു. എന്നാൽ അതൊരു പെൺകുട്ടിയായിരുന്നു. ആ പെൺകുട്ടി ദിവ്യയെ തന്നെ നോക്കിക്കൊണ്ട് ആ ബോളിന് വേണ്ടി കൈ നീട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ദിവ്യ ഉറക്കെ പറഞ്ഞു, ഓ നിന്റെയാണോ ഈ ബോള്, നീ എന്താണ് ഇവിടെ നിൽക്കുന്നത്, നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു. അതിന് ആ പെൺകുട്ടി ഒന്നും തന്നെ മിണ്ടിയില്ല. ആ പെൺകുട്ടി തലകൊണ്ട് വരില്ല എന്ന ഒരു ആക്ഷൻ മാത്രം കാണിച്ചു കൊണ്ടിരുന്നു. എന്നിട്ട് തൻ്റെ ഇരു കൈകളും നീട്ടി ബോൾ വേണമെന്ന് ഒരു ആംഗ്യ ഭാഷയിലൂടെ കാണിച്ചു കൊണ്ടിരുന്നു. ആ സമയത്ത് ദിവ്യ അരുണിനോട് പറഞ്ഞു, അരുൺ നോക്ക്, ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടേതാണ് ഈ ബോൾ എന്ന് തോന്നുന്നു, ആ കുട്ടി ഈ ബോളിന് വേണ്ടി ചോദിക്കുകയാണെന്ന് പറഞ്ഞ് അരുൺ അങ്ങോട്ടേക്ക് നോക്കുന്ന സമയത്ത് ആ പെൺകുട്ടിയെ അവിടെ കാണുന്നുണ്ടായിരുന്നില്ല. ആ സമയത്ത് ദിവ്യയോട് പറഞ്ഞു, നീ എന്താണ് പറയുന്നത്,
ഈ ബോള് ലഭിച്ചത് ഓക്കെ, അവിടെ ഒരു പെൺകുട്ടി ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ അത് വിശ്വസിക്കില്ല. അവിടെ ആരെയും കാണുന്നില്ല. പിന്നെ നീ പറയുന്ന പോലെ ഈ കൂരിരുട്ടത്ത് ഈ കോടമഞ്ഞിനുള്ളിൽ എങ്ങനെയാണ് ഒരു പെൺകുട്ടി നിൽക്കുന്നത് എന്നൊക്കെ ചോദിച്ചു. ആ സമയത്താണ് ദിവ്യ അതിനെക്കുറിച്ച് ഓർക്കുന്നത്. ശരിയാണ്, ഞാൻ എത്ര വെടിയാണ്, ഞാൻ എങ്ങനെയാണ് ഇങ്ങനെ ചിന്തിക്കുന്നത് എന്നൊക്കെ മനസ്സിൽ സ്വയം പറഞ്ഞുകൊണ്ടിരുന്നു. ഈ അസമയത്ത് ഈ ഒരു കോടമഞ്ഞ് നിറഞ്ഞ ഈ ഒരു പ്രത്യേക വനത്തിന് നടുവിൽ എങ്ങനെയാണ് ഒരു കുട്ടി വരുന്നത് എന്നൊക്കെ ചിന്തിച്ചു കൊണ്ടിരുന്നു. എന്നാലും താൻ കണ്ട കാഴ്ചയെ അവൾക്ക് കള്ളമാണെന്ന് പറയാൻ മനസ്സ് അനുവദിച്ചിരുന്നില്ല. അങ്ങനെ അവർ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് അവരുടെ മുകൾ ഭാഗത്തെ മലയിൽ നിന്ന് ഒരു പെൺകുട്ടി ചിരിക്കുന്നത് പോലെ ഒരു ശബ്ദം കേൾക്കുന്നത്. എന്നാൽ അത് അരുണും ദിവ്യയും ഒരുമിച്ചായിരുന്നു കേട്ടത്. ശരിയാണ് ദിവ്യ, നീ പറഞ്ഞത്, ഒരു കുട്ടിയുടെ ചിരിയല്ല കേൾക്കുന്നത്. ചിലപ്പോൾ ആ കുട്ടിയുടേതാവാം ആ ഒരു ബോള്. അതുകൊണ്ട് ഇത് തിരിച്ചു കൊടുത്ത് നമുക്ക് അവരുടെ വണ്ടിയിൽ നമുക്ക് എങ്ങനെയെങ്കിലും വർക്ക്ഷോപ്പുള്ള ഭാഗത്തേക്ക് എത്താൻ പറ്റുമോ എന്ന് ചോദിക്കാമെന്ന് പറഞ്ഞ് അവർ ആ കോടമഞ്ഞിനുള്ളിലൂടെ അങ്ങോട്ടേക്ക് നടക്കാൻ തുടങ്ങി. എന്നാൽ അവർ പോയിക്കൊണ്ടിരുന്നത് സത്യത്തിൽ റോഡ് മാർഗം തന്നെയായിരുന്നു. എന്നാൽ ആ കോടമഞ്ഞിനുള്ളിലൂടെയുള്ള ആ ചെറിയ പാത അവരെ നയിച്ചിരുന്നത് കൊടും വനത്തിനുള്ളിലേക്കായിരുന്നു. അങ്ങനെ അവർ കുറച്ചു ദൂരം ചെന്നപ്പോഴാണ് ദിവ്യയ്ക്കും അരുണും ഒരു കാര്യം മനസ്സിലായത്. തങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് റോഡിലൂടെ അല്ല എന്ന്. ടാറിട്ട ഭാഗങ്ങളൊക്കെ കഴിഞ്ഞ് നിലം മുഴുവൻ പുല്ലുപാകിയ രീതിയിലുള്ള വഴിയായിരുന്നു. നിറയെ ചെളികളും അതുപോലെ ചില ഭാഗത്ത് വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥയുമുള്ള ഒരു റോഡ് തന്നെ ആയിട്ടാണ് അവർക്കത് തോന്നിയത്. അങ്ങനെ അവർ കുറച്ചു ദൂരം ചെന്നപ്പോൾ ദിവ്യ അരുണിനോട് പറഞ്ഞു, ഇത് റോഡല്ല, നമ്മൾ ഒരുപാട് ദൂരം സഞ്ചരിച്ചിരിക്കുന്നു. ആ കുട്ടിയുടെ ചിരി കേൾക്കുന്നു എന്നല്ലാതെ അവിടെ അങ്ങനെ ആരെയും കാണാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞു. എന്നാൽ നമുക്ക് തിരികെ പോകാമെന്ന് അരുണിനോട് ദിവ്യ പറഞ്ഞു. എനിക്ക് പേടിയാവുന്നുണ്ട്. മുത്തശ്ശി പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ ഇവിടെ എന്തെങ്കിലും അനർത്ഥമായി നടക്കുന്നുണ്ടാവാം. അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് പോകാം. എനിക്കെന്തോ ഇവിടെ മൊത്തത്തിൽ തെറ്റായി നടക്കുന്നത് പോലെ തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു. അതിന് അരുൺ ഒരു കാര്യം എതിർത്ത് പറഞ്ഞില്ല. അരുൺ പറഞ്ഞു, ശരി, നമുക്ക് തിരികെ നടന്നു പോകാം എന്ന് പറഞ്ഞു. അങ്ങനെ പോകുന്ന സമയത്താണ് പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു ചെറിയ കാടിൽ നിന്ന് ഒരു ചെറിയ അനക്കം കാണുന്നത്. അത് കണ്ട ഉടൻ തന്നെ ദിവ്യ അരുണിനെ ഇറുക്കി പിടിച്ചിരുന്നു. ആ സമയത്ത് അരുൺ അങ്ങോട്ടേക്ക് ചെന്ന് അവിടെ മൊബൈൽ ഫ്ലാഷ് അടിച്ച് നോക്കുന്ന സമയത്ത് അവിടെ ഒരു ചെറു ബാലൻ നിൽക്കുന്നു. ചെറുബാലൻ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 7 or 8 വയസ്സ് തോന്നിപ്പിക്കുന്ന പ്രായത്തിലുള്ള ഒരു ചെറിയ കുട്ടി നിൽക്കുന്നു. ഒരു ആൺകുട്ടിയായിരുന്നു അത്. ആ സമയത്ത് അരുൺ ദിവ്യയോട് ചോദിച്ചു, നീ ഈ കുട്ടിയായിരുന്നു അവിടെ കണ്ടിരുന്നത് എന്ന്. എന്നാൽ അതിന് ദിവ്യ പറഞ്ഞു, അല്ല അല്ല, അതൊരു പെൺകുട്ടിയായിരുന്നു, ഇത് ആൺകുട്ടിയാണല്ലോ എന്ന്. അതിനെ അരുൺ ഹാർഷായ സ്വരത്തോടു കൂടി ആ കുട്ടിയോട് ചോദിച്ചു, നീ എന്താണ് ഈ കാടിനുള്ളിൽ ഈ സമയത്ത് ചെയ്യുന്നത്? നിന്റെ രക്ഷിതാക്കൾ എവിടെ എന്നൊക്കെ ചോദിച്ചു. ആ സമയത്ത് ആ കുട്ടി ഒന്നും തന്നെ മിണ്ടുന്നുണ്ടായിരുന്നില്ല. ആ കുട്ടിയുടെ വസ്ത്രം മുഴുവൻ ഒരു പഴകിയ രൂപത്തിലായിരുന്നു. ശരീരം മുഴുവൻ മണ്ണൊക്കെ പറ്റിയ രീതിയിലായിരുന്നു. നീ എവിടെയാണ് വീണത്? നിന്റെ അച്ഛനും അമ്മയും എവിടെ? ഞാൻ അവരുടെ അടുത്തേക്ക് നിന്നെ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു. ആ സമയത്തും ആ കുട്ടി ഒന്നും തന്നെ പറയുന്നുണ്ടായിരുന്നില്ല. ആ കുട്ടി ഉൾക്കാടിനുള്ളിലേക്ക് കൈ ചൂണ്ടി കാണിച്ചുകൊണ്ട് എന്തോ പറയുന്നത് പോലെ തോന്നി. ആ സമയത്ത് ദിവ്യ പറഞ്ഞു, ഒരുപക്ഷെ ഈ കുട്ടിയുടെ രക്ഷിതാക്കൾ കാടിനകത്ത് ഉണ്ടാകാമെന്ന് പറഞ്ഞു. ചിലപ്പോൾ വഴിതെറ്റി അകപ്പെട്ടതോ മറ്റോ ആവാം. അതുകൊണ്ടാണ് ഇവന്റെ ശരീരത്തിൽ മുഴുവൻ ചെളി പറ്റിയിരിക്കുന്നത് എന്ന് പറഞ്ഞ് ആ കുട്ടിയുടെ കൈ പിടിച്ച് അവർ 3 പേരും കൂടെ ഉള്ളിലേക്ക് നടക്കാൻ തീരുമാനിച്ചു. മൊബൈൽ ഫ്ലാഷ് ലൈറ്റിന്റെ സഹായത്തോടു കൂടിയാണ് പോകുന്നതെങ്കിലും കോടമഞ്ഞും കൂരാക്കൂരിയിട്ടും അവർക്ക് അധികം ഒന്നും തന്നെ വ്യക്തമായിരുന്നില്ല. അങ്ങനെ അവർ കാടിനുള്ളിൽ ചെല്ലുന്ന സമയത്താണ് പെട്ടെന്ന് അവർ ഒരു കാഴ്ച കാണുന്നത്. ഒരു മന്ത്രവാദി, ഏകദേശം ഒരു കറുത്ത വസ്ത്രമൊക്കെ അണിഞ്ഞ ഒരു മന്ത്രവാദി എന്തൊക്കെയോ പൂജകൾ ചെയ്യുന്നു. എന്നാൽ അതായിരുന്നില്ല അവരെ ഞെട്ടിച്ച കാഴ്ച. ആ പൂജയ്ക്ക് മുന്നിലായി ഒരു ശവക്കുഴിയിൽ നിന്നും ഒരു ശവമെന്തോ കുഴിച്ചെടുത്ത് മുന്നിൽ വെച്ചിരിക്കുന്നു. തൊട്ടടുത്ത് മനുഷ്യന്റെ ഒരുപാട് തലയോട്ടികളുമുണ്ട്. ആ മന്ത്രവാദിയുടെ കയ്യിൽ ഒരു കുഞ്ഞിന്റെ പ്രതിമയുമുണ്ട്. ആ കുഞ്ഞിന്റെ പ്രതിമയിലേക്ക് തീ ഇടുന്ന രീതിയിലാണ് അവർ കാഴ്ച കണ്ടത്. ആ തീ ഇട്ട സമയത്ത് അവർക്ക് മുന്നിലുണ്ടായിരുന്ന ആ ഒരു ബാലൻ അതിവേദനയോടെയുള്ള പൊള്ളിയ രീതിയിലുള്ള കരച്ചിൽ അവൻ അനുഭവിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് അവൻ പിടിച്ചിരുന്ന ആ കൈയൊക്കെ അലിഞ്ഞലിഞ്ഞ് പോവാൻ തുടങ്ങി. ആ കുഞ്ഞിന്റെ ആത്മാവിനെയായിരുന്നു അവർ കണ്ടിരുന്നത് എന്ന് അവർക്ക് ആ ഒരു സമയത്ത് മനസ്സിലായി. പെട്ടെന്ന് പേടിച്ച ദിവ്യ വീണ്ടും അരുണിനെ ഇറുക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു, അരുൺ, നമുക്കിവിടെ നിന്ന് എത്രയും പെട്ടെന്ന് പോകാം. ഇനി ഇവിടെ നിൽക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന്
ദിവ്യ ആ ഒരു കാഴ്ച കാണുന്നത്. നേരത്തെ ദിവ്യ കണ്ട അതേ പെൺകുട്ടിയും അതുപോലെ അരുൺ കണ്ട ആ ആൺകുട്ടിയും അവിടെ ആ മന്ത്രവാദിക്ക് മുന്നിൽ ഒരു ശവശരീരം പോലെ കിടക്കുന്നു. ഒരുപാട് പഴക്കമുള്ള രീതിയിലുള്ള ഒരു ശവശരീരം. എന്നാൽ അവരുടെ മുഖത്തിന് ഒരു വാട്ടവും ഉണ്ടായിരുന്നില്ല. അവരുടെ ശരീരം മാത്രമേ അഴുകി ദ്രവിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഈ മന്ത്രവാദി ചെയ്തുകൊണ്ടിരുന്നത് ഒരുപാട് പൂജാമന്ത്രങ്ങളായിരുന്നു. അത് എന്തിനു വേണ്ടിയാണെന്നാൽ ആ ആത്മാക്കളുടെ ശക്തി കൂടി തന്നിലേക്ക് ആവാഹിച്ചെടുക്കുന്ന ഒരു പൂജാകർമ്മമായിരുന്നു അവിടെ നടന്നിരുന്നത് എന്ന് ദിവ്യയ്ക്ക് മനസ്സിലായി. കാരണം ദിവ്യയുടെ മുത്തശ്ശി പറഞ്ഞു കൊടുത്ത കഥകളിൽ അവിടെ നഷ്ടപ്പെട്ടിരുന്ന മന്ത്രവാദികളെല്ലാം പിന്നീട് ആത്മാക്കളായി മാറി ആ ഭാഗങ്ങൾ അടക്കം ചെയ്ത ശവശരീരങ്ങൾ തോണ്ടിയിടും. അവരെ മുൻനിർത്തി അവരുടെ ആത്മാക്കളെ വശീകരിച്ച് തന്നിലേക്ക് വലിയ ശക്തി നേടാൻ വേണ്ടി ചില പൂജകൾ ചെയ്യുന്നു എന്ന ഒരു കഥയായിരുന്നു ദിവ്യ കേട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ദിവ്യയ്ക്ക് അറിയായിരുന്നു അത് തന്നെയാണ് അവിടെ നടക്കുന്നത് എന്ന്. അരുണിനോട് വീണ്ടും ദിവ്യ പറഞ്ഞു, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് തിരിച്ചു പോകണം. എന്നാൽ ഈ കാഴ്ചകളൊക്കെ അരുണിനും വിശ്വസിക്കാനാവാത്ത പോലെ തന്നെയായിരുന്നു. അരുണിനും അല്പാൽപമായി ഭയം ഉള്ളിലേക്ക് ഇരമ്പി വന്നുകൊണ്ടിരുന്നു. ശരി, നമുക്ക് ഇവിടെ നിന്ന് പോകാം എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും തിരിഞ്ഞു നടക്കുന്ന സമയത്ത് അവിടെ പൂജ ചെയ്തിരുന്ന മന്ത്രവാദി അവർക്ക് നേരെ മുന്നിലായി പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ എല്ലാം കണ്ടു കഴിഞ്ഞില്ലേ? ഇനി നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ നിന്ന് രക്ഷപ്പെടുക എന്ന് ആ ഒരു മന്ത്രവാദി അവരോട് ചോദിച്ചു. എന്നാൽ ആ സമയത്ത് അരുൺ പറഞ്ഞു, ഞങ്ങൾ കണ്ടതൊന്നും ഞങ്ങൾ ആരോടും പറയാൻ പോകുന്നില്ല. എങ്ങനെയെങ്കിലും ഞങ്ങളെ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ അനുവദിക്കണമെന്ന് പറഞ്ഞു. അതിന് മന്ത്രവാദി ഒരു കാര്യം പറഞ്ഞു, നിങ്ങളെ ഞാൻ രക്ഷപ്പെടാൻ അനുവദിക്കാം. എന്നാൽ നിങ്ങൾ ഇനി ഈ കൊള്ളിമല കയറി മുകളിലേക്ക് പോകരുത്. മറിച്ച് നിങ്ങൾ ഈ ചുരമിറങ്ങി അടിവാരത്തിൽ നിന്നും നിങ്ങൾ നിങ്ങളുടെ ഗ്രാമത്തിലേക്ക് തിരികെ മടങ്ങുക. എങ്കിൽ മാത്രമേ നിങ്ങളിലേക്ക് മറവി എനിക്ക് നൽകാൻ സാധിക്കുകയുള്ളൂ. ചുരം കയറി മുകളിലേക്ക് പോയാൽ നിങ്ങളിത് മറക്കില്ല. അങ്ങനെയാണ് നിങ്ങൾ മുകളിലേക്ക് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് മരണം സുനിശ്ചിതം എന്ന് അവരോട് പറഞ്ഞു. ആ സമയത്ത് ദിവ്യ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇല്ല, ഞങ്ങൾ ഒരിക്കലും മുകളിലേക്ക് കയറില്ല. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് നാട്ടിലേക്ക് തിരിച്ചാൽ മതി. ഞങ്ങൾ നാട്ടിലേക്ക് തന്നെ പോവുകയുള്ളൂ എന്ന് പറഞ്ഞ് ആ മന്ത്രവാദിക്ക് വാക്ക് കൊടുത്ത് അവിടെ നിന്നും അവർക്ക് പോവാൻ അനുവാദം നൽകി. എന്നാൽ ആ പോകുന്ന സമയം മുഴുവൻ ദിവ്യ മനസ്സിൽ എന്തൊക്കെയോ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ടായിരുന്നു പോയിരുന്നത്. അങ്ങനെ അവർ അവരുടെ ബൈക്കിനടുത്തെത്തി. ആ സമയത്താണ് ദിവ്യ അരുണിനോട് ചോദിക്കുന്നത്, നമ്മുടെ ബൈക്ക് കംപ്ലൈൻ്റ് അല്ലേ? എങ്ങനെയാണ് നമ്മൾ ഇവിടെ നിന്ന് രക്ഷപ്പെടുക എന്ന്. എന്നാൽ അവസാന ശ്രമം പോലെ അരുൺ ഒന്നുകൂടി ആ ബൈക്കിൻ്റെ കിക്കർ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കി. ആ സമയത്ത് ദൈവാധീനം കൊണ്ട് ആ ഒരു ബൈക്ക് സ്റ്റാർട്ടായിരുന്നു. അങ്ങനെ അവർ അവിടെ നിന്ന് താഴ്വാരത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് അരുൺ പറഞ്ഞത്, ആ ഒരു മന്ത്രവാദി ചിലപ്പോൾ എന്തോ കള്ളം പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്, നമുക്ക് മുകളിലേക്ക് തന്നെ പോയാലോ എന്ന്. ആ സമയത്ത് അരുണിനെ അത് ചിന്തിപ്പിക്കാൻ കാരണം ആരായിരുന്നു എന്ന് ദിവ്യയ്ക്ക് വ്യക്തമല്ല. എന്നാൽ ദിവ്യ പറഞ്ഞു, ഒരു കാരണവശാലും നമ്മൾ മുകളിലേക്ക് പോകുന്നത് ശരിയല്ല. നമുക്ക് താഴേക്ക് തന്നെ പോകാം. പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് ഈ ഭാഗത്ത് പകൽ സമയത്ത് വന്ന് ഈ സ്ഥലങ്ങളൊക്കെ കണ്ടു നോക്കാമെന്ന് പറഞ്ഞു. എന്നാൽ ദിവ്യയുടെ ഈ പരിഭ്രാന്തിയും പേടിയും കണ്ട് അരുൺ ദിവ്യയോട് പറഞ്ഞു, ശരി, ഇനി ഇതിൻ്റെ പേരിൽ നീ പേടിക്കണ്ട. എന്തായാലും കണ്ട കാഴ്ചകളൊക്കെ ഭയാനകം തന്നെയായിരുന്നു. നമുക്ക് ഇവിടെ നിന്ന് മടങ്ങിപ്പോകാമെന്ന് പറഞ്ഞു. എന്നാൽ അരുണിന് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും വിശ്വാസമില്ലാത്തത് കൊണ്ട് തന്നെ അരുൺ ദിവ്യയെ പറ്റിച്ചുകൊണ്ട് അരുൺ ആ ബുള്ളറ്റും എടുത്ത് അടിവാരത്തിലേക്കല്ല പോയത്. അരുൺ പോയിരുന്നത് ആ കൊള്ളിമലയെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയായിരുന്നു. അങ്ങനെ അവർ ആ മന്ത്രവാദിയെ പരിഹസിച്ച പോലെ അവർ മുകളിലേക്ക് കയറിക്കൊണ്ടിരുന്നു. ദിവ്യ ഉറക്കെ അരുണിനോട് പറയുന്നുണ്ടായിരുന്നു, നമ്മൾ ചെയ്യുന്നത് ശരിയല്ല, നമ്മുടെ മരണം അടുത്തിരിക്കുന്നു, നമ്മൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്ന് പറഞ്ഞ്. എന്നാൽ അരുൺ അതൊന്നും കേട്ടില്ല. നമ്മളിപ്പോൾ ഒരുപാട് ദൂരം മുന്നോട്ട് വന്നു, ഇതുവരെ നമുക്കൊന്നും സംഭവിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു. എന്നാൽ ദിവ്യ മനസ്സിൽ എന്തൊക്കെയോ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ടേയിരുന്നു. ആ സമയത്ത് അരുൺ വീണ്ടും ദിവ്യയെ കളിയാക്കി, നീ മന്ത്രങ്ങളൊക്കെ ജപിക്കുക, നീ ഈ കാടിനുള്ളിൽ നിന്ന് പ്രാർത്ഥിക്കുക എന്നൊക്കെ കളിയാക്കി പറഞ്ഞുകൊണ്ട് അവർ മുന്നോട്ട് പോകുന്ന സമയത്താണ് പെട്ടെന്ന് അവരുടെ ബൈക്ക് ആരുടെയോ മേലെ ഇടിച്ചതുപോലെ തോന്നിയത്. എന്നാൽ അവർ രണ്ടുപേരും ആ ബൈക്കിൽ നിന്നും റോഡിലേക്ക് വീണിരുന്നു. തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അവർ ഇടിച്ചിട്ടിരുന്നത് ആ മന്ത്രവാദിയായിരുന്നു. എന്നാൽ ആ മന്ത്രവാദിക്ക് ഒരു പോറൽ പോലും ഉണ്ടായിരുന്നില്ല. ആ മന്ത്രവാദി അരുണിനോട് പറഞ്ഞു, നീ ഞാൻ പറഞ്ഞ വാക്ക് ലംഘിച്ചിരിക്കുന്നു, നിനക്ക്
മരണമാണ് ഇതിനുള്ള ശിക്ഷ എന്ന് പറഞ്ഞ് ഉടനെ തന്നെ എന്തൊക്കെയോ ആവാഹന കർമ്മങ്ങൾ ചെയ്ത് അരുണിന്റെ ആത്മാവിനെ ജീവനോടെ തന്നെ ആ ഒരു മന്ത്രവാദിയുടെ ഒരു മാന്ത്രിക ദണ്ഡിലേക്ക് ആവാഹിച്ചെടുത്തു. ഉടനെ തന്നെ അരുൺ അവിടെ കുഴഞ്ഞു വീണ് മരണപ്പെടുകയുണ്ടായി. എന്നാൽ ദിവ്യയെ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ സാധിച്ചിരുന്നില്ല. കാരണം ദിവ്യയുടെ മുത്തശ്ശി പറഞ്ഞു കൊടുത്ത മന്ത്രങ്ങളായിരുന്നു ദിവ്യയുടെ നാവിൽ മുഴുവൻ. ആ മന്ത്രങ്ങൾക്ക് ഈ അഘോരിയെ അല്ലെങ്കിൽ ഈ മന്ത്രവാദിയെ ദിവ്യയിലേക്ക് എത്തിക്കുന്നത് തടുത്തിരുന്നു. എന്നാൽ ഈ മന്ത്രവാദി അരുണിന്റെ ആത്മാവുമെടുത്ത് അവിടെ നിന്ന് അപ്രത്യക്ഷനായി. പിന്നീട് ദിവ്യ അവിടെ തന്നെ ഒരുപാട് സമയം പേടിയോടെയും അതുപോലെ വിഷമത്തോടെയും ഇരുന്നു. അടുത്ത ദിവസം പുലർച്ചെ ഒരു ലോറി അങ്ങോട്ടേക്ക് എത്തുന്നവരെ ദിവ്യ അവിടെ തന്നെ ഇരുന്നു. ആ ലോറി ഡ്രൈവർ വന്നതിന് ശേഷമാണ് അരുൺ മരണപ്പെട്ടതും അതുപോലെ ദിവ്യ പറയുന്ന ഈ വിചിത്രമായ കഥകളും അദ്ദേഹത്തിന് മനസ്സിൽ എന്തൊക്കെയോ കുഴപ്പമുണ്ടാക്കി. എന്നാലും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലൊക്കെ അറിയിച്ച് അങ്ങോട്ടേക്ക് പോലീസ് എത്തി അരുണിൻ്റെ ശവശരീരം മോർച്ചറിയിലേക്ക് മാറ്റിയിരുന്നു. എന്നാൽ ദിവ്യയ്ക്ക് പിന്നീട് ഒരിക്കലും സംസാരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ദിവ്യ എന്തെങ്കിലും സംസാരിക്കാൻ ഒരുങ്ങുന്ന സമയം ദിവ്യയുടെ അകത്തു നിന്നും ശബ്ദം ദിവ്യയ്ക്ക് വരുന്നുണ്ടായിരുന്നില്ല. ഒരു ഊമയെ പോലെ പിന്നീട് ഒരുപാട് കാലം ദിവ്യയ്ക്ക് ജീവിക്കേണ്ടി വന്നു എന്നതാണ് കൊള്ളിമലയിലെ ഈ അമാനുഷികമായ കഥ. ഇതുപോലെയുള്ള കഥകൾ നിങ്ങൾക്ക് ഇനിയും കേൾക്കാൻ ആഗ്രഹമാണെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ കൂടെ കൂടിക്കും. ഇതുപോലെയുള്ള ധാരാളം കഥകൾ എനിക്ക് ഇനിയും നിങ്ങളോട് പറയാനുണ്ട്.